ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അനുഗ്രഹിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാം വചനം. കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എന്ന്. കർത്താവിന്റെ കരം കർത്താവ് തെരഞ്ഞെടുത്ത മക്കളുടെ മേലുണ്ട് എന്ന വാഗ്ദാനം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന വചനം. അവിടെ നമ്മുടെ മക്കൾ ദൈവത്തിന്റെ കരത്തിൽ അഭയം തേടുവാൻ, ആശ്രയം അർപ്പിക്കുവാൻ, അവിടെ എല്ലാ പ്രതിസന്ധിയിലും അവർ ദൈവത്തോട് കരം പിടിക്കുവാൻ, തങ്ങളുടെ കരം കർത്താവിലേക്ക് നീട്ടുവാൻ ഈ വചനത്തിന്റെ യോഗ്യതയിൽ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സംഖ്യ 11:23. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? കർത്താവായ ഈശോയെ, അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും സർവ്വം സാധ്യമാക്കുന്നതിനുമായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ ഞങ്ങളുടെ മക്കൾ വളരുകയും അവരുടെ വിഷമതകളിലും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അങ്ങയിലേക്ക് കരങ്ങൾ നീട്ടി അവിടുത്തെ കരം പിടിച്ച് ജീവിത വിജയം കരസ്ഥമാക്കി അങ്ങേക്ക് സാക്ഷ്യമായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.